നമസ്കാരം, ഞാൻ ഷാഫി. ഇന്ന് പൊന്മുടി ബസ്സിലുള്ള പൊന്മുടി ബസ്സിന്റെ ഒരു യാത്രാ ദുരിതത്തെ കുറിച്ചാണ് ഞാൻ ഒരു സ്റ്റോറി പറയുന്നത്. കേരള സർക്കാർ സൗജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചതിൻ്റെ അന്ന് മുതലാണ് ഈ ദുരനുഭവം പൊന്മുടിയിലുണ്ടാകുന്നത്. വനിതകൾക്ക് വേണ്ടി ഫ്രീ ടിക്കറ്റ് അനുവദിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വനിതകൾ പൊന്മുടിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സംഭവമായി മാറിയിരിക്കുന്നു. കാരണം ഫ്രീ ടിക്കറ്റാണ്. അതുകൊണ്ട് ധാരാളമായി വനിതകൾ പൊന്മുടിയിലേക്ക് സഞ്ചരിക്കുന്നു. ഈ സാധാരണ റോഡുകളിൽ പോലും ഓവർലോഡ് അനുവദിക്കാത്ത MVD ഇവിടെ ഇപ്പോൾ പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ഇത്ര 22 ഹെയർപിൻ ടേണിംഗ് ഉള്ള ഈ പൊന്മുടിയിലേക്ക് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ അസാധ്യ ഓവർലോഡാണ്. അത്രയ്ക്കും തിക്കും തിരക്കുമാണ് ഈ ബസ്സുകളിൽ. ഈ ഹൈ റേഞ്ചിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുന്നത്, അതുപോലെ തിരിച്ച് കൊണ്ടുവരുന്നത് ഈ KSRTC ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായ ഒരു സംഭവമാണ്. ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ ഈ ഹൈ റേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നത്. പൊന്മുടി ബസ്സിലുള്ള തിരക്കാണ്. യാത്ര ചെയ്യുന്ന വനിതകൾ ആരും ഇതിനെക്കുറിച്ച് ബോധേഡല്ല. അതുപോലെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ എൻട്രി ഫീ ഉണ്ട്. ഈ എൻട്രി ഫീ എടുക്കുന്നത് കുറച്ച് പേർ മാത്രമേ എൻട്രി ഫീ എടുക്കാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഞാൻ കണ്ടു നിന്നപ്പോൾ കാണുന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങ് ഓടിപ്പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവരെ എൻട്രി ഫീ പോലും ഇവർക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് പൊന്മുടി അതുപോലെ തന്നെ മെർച്ചൻ എസ്റ്റേറ്റുകളിൽ താമസിക്കുന്ന ആ തൊഴിലാളികൾക്ക് ശനി ഞായർ ദിവസങ്ങളിലാണ് അവധി ഉള്ളത്. അന്ന് അവർക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ ബിദിരയിലോ നെടുമങ്ങാടോ പോകണമെങ്കിൽ ഈ ബസ്സുകളെയാണ് അവർ ആശ്രയിക്കുന്നത്. പക്ഷെ അവർക്കിന്ന് അതിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവർക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം അധികാരികൾ അടിയന്തരമായി ഒരുക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്. ഇതിൽ KSRTC ജീവനക്കാരും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഗാർഡുകളും അവർക്കൊക്കെ ഇതിന് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നു. ഈ സൗജന്യ ടിക്കറ്റുകൾ ഉപയോഗിക്കുന്ന വനിതകൾ യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരെ ഈ അവധി ദിവസങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ദിവസങ്ങളിൽ സഞ്ചരിച്ചാൽ വലിയൊരു അപകടം നമുക്ക് മുന്നിൽ കാണുന്നു. അത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളൊരു അറിയിപ്പ് കൂടി ഇതിനകത്ത് തരികയാണ്. ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായിട്ട് ഇതിനിടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയൊരു ദുരന്തമാണ് സംഭവിക്കുന്നത്. ഇത്രയും യാത്രക്കാരെയും കൊണ്ട് ഇറങ്ങുന്ന ബസ് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന തരത്തിലല്ല പോകുന്നത്. അത് ഉദ്യോഗസ്ഥർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊരു നിയന്ത്രണം ഉണ്ടായാലേ പറ്റൂ. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാകണം. ഈ അവധി ദിവസങ്ങളിൽ കൂടുതലായിട്ട് യാത്ര ചെയ്യാതിരിക്കുക, ഈ വലിയൊരു ദുരന്തത്തെ നമ്മൾ മുന്നിൽ കാണുക, അതിനുള്ളൊരു പരിഹാരം നമ്മൾ കാണുക, അത് വളരെ അത്യാവശ്യ കാര്യമാണ്. നമുക്ക് സൗജന്യം കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു കൂട്ടത്തോടു കൂടി ഈ അവധി ദിവസങ്ങളിലുള്ള യാത്ര ദോഷകരമാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു. ദയവായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകണം. അധികമായിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.